സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ആഗോളസഭയിലെ നോയമ്പിലെ 3-ാമത്തെ ഞായറാഴ്ചയിലാണ് നാം ഇന്ന് നിൽക്കുക. ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഉപവാസം എന്ന് പറയുമ്പോൾ നമ്മൾ അതേക്കുറിച്ച് ചിന്തിച്ചാണ്. ഉപവസിക്കുക എന്ന് പറയുമ്പോൾ കീഴ്പ്പെട്ട് വസിക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം തന്നെയാണ്. സാധാരണ നമ്മൾ വിചാരിക്കുന്നത് ഇറച്ചിയും അങ്ങനെ രുചികരമായ ഭക്ഷണമൊക്കെ അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. എന്ന് പറയുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുക, മറ്റുള്ളവരെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക, ഇതാണ് ഉപവാസം. ആ വാക്കിൻ്റെ അർത്ഥം മലയാളത്തിൽ പറയുമ്പോൾ മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട് ഉപപ്രധാനമന്ത്രി, ഉപരാഷ്ട്രപതി എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ രാഷ്ട്രപതിയുടെ കീഴിലുള്ള ആളാണ് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള ആളാണ് ഉപപ്രധാനമന്ത്രി. അപ്പോൾ ഉപവാസം എന്ന് പറഞ്ഞാൽ കീഴ്പ്പെട്ട് വസിക്കുക എന്നാണ്. മുകളിൽ ആരോ ഉണ്ട്, അതിന് താഴെ വസിക്കുന്നു. അപ്പം ദൈവത്തിന് വിധേയപ്പെട്ട് വസിക്കാനായി നമ്മൾ പരിശീലിക്കുന്ന കാലഘട്ടമാണ് ഉപവാസം. മറ്റുള്ളവരോട് കരുണ കാണിക്കാനും അവരെ ഉൾക്കൊള്ളാനും, നമ്മൾ അവരെക്കാളിലും മുകളിലല്ല, അവരെക്കാളിലും താഴെയാണെന്നുള്ള, അല്ലെ അവരോടൊപ്പമാണ് നിൽക്കേണ്ടത് എന്നുള്ള ഒരു അറിവിലേക്ക് നാം വരുന്ന കാലഘട്ടമാണ് ഈ നോമ്പിൻ്റെ കാലഘട്ടം. ഇന്ന് തിരുവചനങ്ങളുടെ ആഗോളസഭയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് ഈ ഉപവസിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ. അതായത് നമ്മളെ തന്നെ താഴ്ത്തുമ്പോൾ ദൈവം നമ്മുടെ ആത്മാവിൽ വന്ന് വസിക്കുകയാണ്. സഖ്യവൂസിന്റെ വീട്ടിലേക്ക് യേശു വരാൻ പോയപ്പം നിലത്തുകൂടെ യേശു നടക്കുമ്പോൾ സഖ്യവൂസ് മരത്തിന്റെ മുകളിലായിരുന്നു. യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ട്. ആഗ്രഹത്തിൽ തെറ്റായ ഒരു സ്ഥലത്തായിരുന്നത്, മരത്തിന്റെ മുകളിലായിരുന്നു. അപ്പം ആ മരത്തിന്റെ അടിയിൽ വന്നപ്പോൾ യേശു മരത്തിന്റെ മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, സഖ്യവൂസ് വേഗം നീ താഴേക്ക് ഇറങ്ങി വരിക, വേഗം നീ താഴേക്ക് ഇറങ്ങി വരിക, മുകളിലല്ലിരിക്കണം, നീ താഴേക്ക് ഇറങ്ങി വരിക, എനിക്ക് ഇന്ന് നിന്റെ ഭവനത്തിൽ വസിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ദൈവം നമ്മുടെ ഭവനത്തിൽ വസിക്കണമെങ്കിൽ നമ്മൾ താഴേക്കൊന്ന് ഇറങ്ങി വരണം. നമ്മുടെ മനോഭാവം അല്ലേ, അവിടെ അതാണ് നമ്മൾക്കുള്ള കുറവ്. നമ്മൾ എന്തോ വലിയ ആളാണ്, നമ്മൾ മറ്റുള്ളവരെക്കാളും അല്ലേ, നിന്റെ സഹോദരങ്ങൾ, നമ്മൾ ദൈവപിതാവിൻ്റെ മക്കളാണ്, ബാക്കി എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ് എന്നൊക്കെ മത്തായി 23 യേശു പറഞ്ഞ ആ ഒരു കാഴ്ചപ്പാടാണ്. അപ്പൊ നമ്മുടെ ആത്മാവിൽ ദൈവം അതായത് ദൈവമാണ് നമ്മളെ നയിക്കേണ്ടത്. അല്ലെ, നമുക്ക് നമ്മളുടെ വിചാരം ഈ ഭൂമിയിലെ നമ്മളുടെ പേരും പ്രതാപവും സമ്പത്തും കുടുംബമഹിമയും ആൾബലവും സൈന്യബലവും ഒക്കെയാണ് ഈ ഭൂമിയിൽ നമ്മളെ നയിക്കുന്നത് എന്ന് നമ്മൾ അറിയാതെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഈ മരുഭൂമിയിലേക്കാണ് ഈ ദിവസങ്ങളൊക്കെ കർത്താവ് കൊണ്ടുപോകുന്നത്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത സംഭവം അല്ലേ, നമ്മൾ പലപ്പോഴും ഇതൊക്കെ ധ്യാനിച്ചതാണ്. നമുക്കറിയാം, മോശയുടെ നേതൃത്വത്തിലുള്ള ഈജിപ്തിന്റെ അടിമത്തിൽ ഇസ്രായേൽ മക്കളെ പുറത്തേക്ക് കൊണ്ടുവന്ന ആ മരുയാത്ര നമ്മുടെ സഭയിലൂടെയുള്ള അന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രതീകമാണെന്ന് ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്. ചെങ്കടൽ കടന്ന്, മാമോദീസായാണ് ചെങ്കടൽ. പഴയ നിയമത്തിൽ ചെങ്കടൽ വെള്ളത്തിലൂടെ വന്നത്. നമ്മൾ മാമോദീസായിലൂടെ സാത്താന്റെ ഫറവോയുടെ അടിമത്തം, പാപത്തിന്റെ സാത്താന്റെ അടിമത്തിൽ നിന്ന് നമ്മളെ വെള്ളത്തിലൂടെ മാമോദീസായിലൂടെ നമ്മളെ ആ മരുഭൂമിയിലേക്ക്, സഭയിലേക്ക് പ്രവേശിച്ചിട്ട് ഈ സഭയിൽ വെച്ചാണ്, അല്ലെങ്കിൽ മരുഭൂമിയിൽ വെച്ചാണ് എല്ലാ അനുഗ്രഹങ്ങളും അവർ 40 വർഷം 4 ദിവസം അല്ലെ ഒരാഴ്ച കൊണ്ട് എത്തേണ്ടത് അവർക്കറിയാൻ ദൈവം അവരെ വിശുദ്ധീകരിക്കുകയായിരുന്നു. നമ്മളുടെ സ്വർഗീയ പ്രവേശനമാണ് നമുക്ക് കാനാൻ ദേശം, അല്ലെ മരണ ജോർദാൻ കടന്ന് നിത്യതയിലേക്ക് നാം പ്രവേശിക്കുന്നതിനെ അല്ലെങ്കിൽ ജോർദാൻ നദി കടന്നാണ് ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് പ്രവേശിച്ചത്. നമ്മൾ ശരിക്കും അത് മനസ്സിലാക്കുമ്പോഴാണ് അല്ലേ. അപ്പൊ ഈ മരുഭൂമിയിലേക്ക് പോയപ്പോൾ ഈജിപ്തിൽ പലതും ഉണ്ടായിരുന്നു. നല്ല ഇറച്ചി കഴിക്കാൻ കിട്ടുമായിരുന്നു. അവർ പറയുന്നുള്ളൂ ഇടയ്ക്ക്, ഈജിപ്തിലെ ഇറച്ചിപ്പാത്രത്തിന് അടുത്തിരുന്ന് ആവോളം വയറ് നിറച്ച് ഇറച്ചി തിന്നുന്ന കാലമൊക്കെ ഓർത്തുകൊണ്ട് ഇവർ മോശയോട് അല്ലെങ്കിൽ ബഹളം വയ്ക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മന്ന പൊഴിച്ചു കൊടുത്തല്ലേ, സഭയിൽ നമുക്കിന്ന് കുർബാന പോലെ അന്ന് എല്ലാ പ്രഭാതത്തിലും അന്ന് മന്ന പൊഴിച്ചു കൊടുത്തിരുന്നവർക്ക്. അപ്പൊ അതുപോലെ അവർക്ക് മാംസം വേണോ എന്ന് ബഹളം വെച്ച് കഴിഞ്ഞപ്പോൾ കാടപ്പക്ഷികളെ കൊടുത്തു. പക്ഷെ നമുക്കറിയാം അതിരുന്ന് കേടായിട്ട് ചീത്തയായ മാംസം കഴിച്ച് അനേകർ ഛർദ്ദിച്ച് മരിച്ചതൊക്കെ നമ്മൾ ഇത് വായിക്കുന്നുണ്ട്.
അപ്പൊ ദൈവം കൊടുക്കുന്നത് ഉൾക്കൊള്ളാൻ, അത് ദൈവത്താൽ നയിക്കപ്പെടുന്ന ഒരു അനുഭവം. നമ്മൾ ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ അനുദിനം വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട്, അല്ലെ, അന്ന് മരുഭൂമിയിലൂടെ നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും. അതായത് 25 ലക്ഷത്തോളം ആൾക്കാരാണ് മരുഭൂമിയിലൂടേക്ക് അന്ന് മോശ കൊണ്ടുവന്നത്, ദൈവം നയിച്ചത് മോശയിലൂടെ. നമ്മളങ്ങനെ സംഭവം നമുക്കറിയാം. ആ 25 ലക്ഷം ആൾക്കാരെ നയിക്കുമ്പോൾ അവിടെ മരുഭൂമിയാണ്. അവർ അനുദിനം ഇങ്ങനെ യാത്ര ചെയ്യാൻ, ഇടയ്ക്ക് കൂടാരം അടിക്കും. പിന്നെ ദൈവം മേഘത്തിൽ അവരെ നയിച്ചിരുന്നു. മേഘം നിശ്ചലമായപ്പോൾ അവരവിടെ കൂടാരം അടിച്ചിരുന്നു. മേഘം ചലിക്കാൻ തുടങ്ങുമ്പോൾ അവർ നയിച്ചിരുന്നു. മേഘത്തെ നോക്കിയാണ് അവർ നയിച്ചിരുന്നത്. അവർ യാത്ര പുറപ്പെട്ടിരുന്നു. അപ്പോൾ ദൈവത്തെ നോക്കി ദൈവത്തെ അനുധാവനം ചെയ്യേണ്ടവരാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ. എന്നാൽ 25 ലക്ഷത്തോളം പേർക്ക് അവിടെ ആശുപത്രി ഉണ്ടായിരുന്നില്ല. മരുഭൂമിയിൽ എവിടെ ആശുപത്രി? 25 ലക്ഷം പേർക്ക് ആശുപത്രി ഉണ്ടായിരുന്നില്ല, ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നില്ല, മരുന്നും ഉണ്ടായിരുന്നില്ല, വെള്ളവും ഉണ്ടായിരുന്നില്ല. ദൈവമായ കർത്താവായിരുന്നു അവരുടെ ഹോസ്പിറ്റലും മരുന്നും അവരുടെ എല്ലാം, ഭക്ഷണവും എല്ലാം ദൈവമാണ് അവർക്ക് നൽകിയത്. 40 വർഷം നടന്നപ്പോൾ നിങ്ങളുടെ വസ്ത്രം ജീർണിച്ചോ, നിങ്ങളുടെ കാലിലെ ചെരുപ്പ് തേഞ്ഞു പോയോ എന്നൊക്കെ നിയമാവർത്തനത്തിലൊക്കെ പിന്നീട് മോശയിലൂടെ ദൈവം ചോദിക്കുന്നുണ്ട്. ദൈവം അവരെ നടത്തിയ അതിലൊരു സംഭവമാണ്. ഇന്ന് നമുക്കറിയാം, യേശു മരുഭൂമിയിൽ 40 ദിവസം ആയിരുന്നപ്പോൾ നമുക്കറിയാം അവനൊന്നും ഭക്ഷണം കഴിച്ചില്ല. ദൈവപിതാവിൻ്റെ ആ കൃപയിൽ അവനായിരിക്കുകയായിരുന്നു. പൂർണ്ണമായും ദൈവത്താൽ നയിക്കപ്പെടും. നമ്മൾ വചനം വായിക്കുന്നു ലൂക്കാ 4 പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യേശുവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അവിടെ അവൻ 40 രാവും 40 പകലും ചെലവഴിച്ചു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല, മൃഗങ്ങൾ മാത്രമായിരുന്നു കൂട്ടം. അവൻ ദൈവത്താൽ നമ്മുടെ ഈ നോമ്പെന്ന് നമ്മൾ ഉപവസിച്ച് ദൈവത്തിന് വിധേയപ്പെട്ട് നമുക്ക് പലതും ദൈവം നമ്മളെ നയിക്കാനുള്ളൊരു ദൈവം നമ്മളെ നയിക്കും, അല്ലെ, നമ്മുടെ സമ്പത്ത്. അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. അത് പിന്നീട് അവിടെ കൊണ്ടുപോയ സ്വർണ്ണമൊക്കെ അത് വലിയ വിനയായി തന്നു. ഒരു വിഗ്രഹം ഉണ്ടാക്കി. അതുകൊണ്ട് ദൈവത്തിനെതിരായി അവർ കൂടെ കൊണ്ടുപോയ സ്വർണവും ധനവും ഒക്കെ ദൈവത്തിനെതിരായി വാദിക്കുന്ന, ദൈവത്തിനെതിരായി ആരാധന, അവരുടെ ധനം അല്ലെങ്കിൽ സ്വർണത്തെ ഒരു കാളക്കുട്ടിയായി അതിനെ ആരാധിച്ച് അനേകർ മരുഭൂമിയിൽ ഭൂമി പുലർന്നെന്ന് മരിച്ചുപോയി. നമ്മൾ ഈ നോമ്പ് കാലത്തോടെ കടന്നു പോകുമ്പോൾ നമ്മുടെ സ്വത്തല്ല, നമ്മുടെ പറമ്പെല്ലാം, നമ്മുടെ ധനമെല്ലാം, നമ്മുടെ കുടുംബമഹിമയെല്ലാം ദൈവം, പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും, ദൈവത്തിൻ്റെ സമ്പത്ത് പരിശുദ്ധാത്മാവാണ്. റോമർ പറയുന്നുണ്ടല്ലോ 10 തന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും ദൈവം തന്റെ സമ്പത്തായ പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നുവെന്ന്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവാണ് നമ്മുടെ സമ്പത്ത്. നമ്മൾ ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ അന്ന് ഇസ്രായേൽ മക്കളെ ദൈവം നയിച്ചതുപോലെ, അല്ലേ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ എത്ര കരിമ്പാറ. ഇന്നത്തെ സംഭവം അതാണ്. പുറപ്പാട് 1-ാമത്തെ വായന പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ്. 17-ാമത്തെ അധ്യായം. പാറയിൽ നിന്ന് ജലം, കരുമ്പാറയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. എവിടെയും ഒരു കരുമ്പാറയിൽ നിന്ന് ജലം പുറപ്പെട്ടതായിട്ട്, പാറയ്ക്ക് അടിയിൽ നിന്നും വെള്ളം വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ കരുമ്പാറയിൽ നിന്നും വെള്ളം പൊട്ടിപ്പുറപ്പെടുന്നതായിട്ട്. കാരണം ദൈവമായ കർത്താവ് അവർക്ക് വേണ്ടതെല്ലാം അത്ഭുതകരമായി നൽകിയിരുന്ന ദൈവം. അപ്പം ഈ കരിമ്പാറ ഇന്നത്തെ സംഭവം അതാണ്. അവര് സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് കർത്താവിന്റെ നിർദ്ദേശമനുസരിച്ച് പടിപടിയായി യാത്ര ചെയ്ത് റഫീദീമിലെത്തി പാളയമടിച്ചു. അവിടെ അവർക്ക് കുടിക്കാൻ വെള്ളമുണ്ടായിരുന്നില്ല. ജനം മോശയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തരിക എന്ന് പറഞ്ഞു. മോശ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനെ എന്നെ കുറ്റപ്പെടുത്തുന്നു? എന്തിനെ കർത്താവിനെ പരീക്ഷിക്കുന്നു? ദൈവമാണ് നിങ്ങളെ നയിക്കുന്നത്, ദൈവമാണ് നിങ്ങളുടെ എല്ലാം നൽകുന്നത്. നിങ്ങൾക്ക് ഇതുവരെ അറിയുമായില്ല. കാരണം ഈ ഈജിപ്തിൽ നിന്നും 10 മഹാമാരികള് ദൈവമാണ്. മോശ അവർ ദൈവത്തിന്റെ ആളായിട്ട് നിന്നേ ഉള്ളൂ. മോശയ്ക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല. നമുക്കറിയാം, വിക്കനായിരുന്നു. മോശ സഹോദരനായ അഹ്റോനാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. മോശ അവിടെ നിന്നെന്ന് മാത്രം. ദൈവത്തിന്റെ ആത്മാവ് മോശയിലൂടെ പ്രവർത്തിച്ചു. അപ്പോൾ ദൈവത്തിലുള്ള ആശ്രയം ഇപ്പോഴും എൻ്റെ കഴിവുകൊണ്ടൊന്നല്ല, ദൈവമായ കർത്താവാണ് പ്രവർത്തിക്കുന്നതെന്ന്
മനസ്സിലാകുന്നില്ലേ എന്ന് അവർ വീണ്ടും, എന്തിനാണ് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്? അവിടെ ഞങ്ങളും കുട്ടികളും കന്നുകാലികളും ദാഹിച്ച് ചാകട്ടെ എന്ന് കരുതിയാണോ? ഒന്ന് ഓർത്ത് നോക്കി. രക്ഷപ്പെടുത്താൻ കൊണ്ടുപോവാണ് ദൈവം. ആ ദൈവത്തെ നമ്മുടെ അങ്ങനെയല്ലേ, നമ്മളെ സഹായിക്കുന്നവരെയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും കുടുംബത്തിന് നന്മയുണ്ടാകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇടിച്ചു താഴ്ത്തി നമ്മളവരെ എപ്പോഴും നമ്മുടെ വായിൽ നിന്ന് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ഉള്ളില് പരിശുദ്ധാത്മാവാണെങ്കിൽ നന്ദി അല്ലേ, പരിശുദ്ധാത്മാവാണ് നന്ദി പറയും. എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ദൈവം നടത്തിയെന്ന് പറയാൻ സാധിക്കും. എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും എൻ്റെ ദൈവം എന്നെ, പൗലോസ് പറഞ്ഞാൽ ഫിലിപ്പിയർ 4:10, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ളതെല്ലാം യേശു ക്രിസ്തു വഴി നൽകും. അത് പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളപ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദുഷ്ടാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമ്മളെല്ലാവരെയും കുറ്റം പറയും. അവരാണ് എൻ്റെ പ്രശ്നം, അവർ മൂലമാണ് ഞാൻ ഇങ്ങനെ ആയത്, ഇപ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നത് അവർ മൂലമാണ്. എന്തായാലും നമ്മൾ ചിന്തിച്ചെന്തായിരുന്നു അല്ലേ? നമ്മൾ ചിന്തിച്ചത് സഹോദരനെ കുറ്റം പറഞ്ഞ് സഹോദരൻ മൂലമാണ്, ഇവൻ മൂലമാണ്, അപ്പന് ഞങ്ങളോട് ഇഷ്ടമില്ലാത്ത ഇവൻ മൂലമാണെന്ന് ജോസഫിനെ അസൂയ തോന്നി അവനെ കൊല്ലാനുള്ള തീരുമാനം അടക്കുന്ന സഹോദരങ്ങൾ ഇന്ന് നമ്മളില്ല, എത്രയോ കുടുംബങ്ങളിലുണ്ട് അല്ലേ? അവരുടെ തന്നെ ഉള്ളിൽ ദൈവമില്ല, അവരുടെ തന്നെ ഉള്ളിൽ ദൈവം പോയത് കാരണം ദുഷ്ടാരൂപി കയറിക്കൊണ്ട് ആരെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, ആരെങ്കിലുമൊക്കെ ഇല്ലാതാക്കാൻ. ഇത് നമ്മൾ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ മനസ്സുകൾ കണ്ണ് കാണാൻ മേലാത്ത ഒരാളോട് എത്ര മനോഹരമായിരിക്കുന്നു പൂവ് അല്ലെ, മഴവില്ല എത്ര മനോഹരമായിരിക്കും എന്ന് പറഞ്ഞാൽ അവർ പറയും ഏത് പൂവ് ഏത് മഴവില്ലെന്ന് ചോദിക്കും. ഈ ലോകത്തിന്റെ ദേവൻ അന്ധമാക്കി അവരുടെ കണ്ണുകളിലൂടെ ഒരു നന്മയും കാണാൻ പറ്റുന്നില്ല. കണ്ണുകൾ അന്ധമായി പോയി. അതാണ് ഈശോ പറഞ്ഞ അന്ധനെ വഴി കാണിച്ചാൽ നമ്മൾ കൂട്ടുകൂടുന്നത് വളരെ ശ്രദ്ധിക്കണം. ദൈവികമായ കാഴ്ചപ്പാടുള്ളവരുടെ കൂടെയാണ് നമ്മൾ കൂട്ടുകൂടാൻ. ഇരുട്ടായ കണ്ണ് അന്ധമായി പോയവരുടെ കൂടുകയാണെങ്കിൽ അന്ധനെ വഴി കാണിച്ചാൽ രണ്ടുപേരും പോയി കുഴിയിൽ വീഴും. നരകത്തിൽ നിന്നാണ് അർത്ഥം. കുഴിയെന്ന് യേശു പറഞ്ഞ നരകം എന്നുള്ളത് നിത്യനാശത്തിൽ പോയി വീഴും. അതുകൊണ്ട് നമ്മളൊന്ന് ഈ നോമ്പ് കാലത്ത് നമ്മൾ വഴി മാറ്റി നടക്കേണ്ട കാലം നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മുടെ ഈ ഭൂമിയിലെ നമ്മളുടെ നിത്യതയിലേക്കുള്ള യാത്രയാണ്. ഈ ഭൂമിയിലെ ധനമോ ഈ ഭൂമിയിലെ സ്വത്തുകളോ പേരോ കുടുംബമോ ഒന്നുമല്ല. നമ്മളിതെല്ലാം ഇട്ടിട്ട് ഇവിടുന്ന് പോകേണ്ടവരാണ്. ഒരു ദിവസം നമ്മൾ മരിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള നമ്മുടെ ധനമോ നമ്മുടെ കുടുംബമോ ആരില്ല, നമ്മൾ ഒറ്റയ്ക്കാണ് പോവുക. ദൈവത്തിന് മുമ്പിലാണ് നമ്മൾ ചെന്ന് നിൽക്കേണ്ടി വരിക. നമ്മൾ വളരെ ശ്രദ്ധയോടെ ഈ പ്രഭാഷകന് 28 കർത്താവ് പറഞ്ഞു അതിനുള്ള ജീവിതാന്തം നിന്റെ മരണത്തെ ഓർത്തെങ്കിലും നീ എല്ലാവരോടും രമ്യതയിലാവുക, അല്ലെങ്കിൽ ഉപവസിക്കുക, മറ്റുള്ളവരോട് ഒന്ന് വിധേയപ്പെടുക, ഒന്ന് എളിമപ്പെടുക, അവരെ ഉൾക്കൊള്ളുക. ഒരാളെ ഉൾക്കൊള്ളാൻ നമ്മൾ അവരെക്കാളും താഴേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് ഒരാളെ ഉൾക്കൊള്ളണമെങ്കിൽ. യേശു ശിഷ്യന്മാരുടെ പാദങ്ങളിൽ ഇരുന്ന് കാല് കഴുകുന്ന ഒരു ചടങ്ങായിരുന്നു. പക്ഷെ യേശു അവരുടെ മുമ്പിൽ താഴുകയായിരുന്നു. അവരുടെ ഗുരുവും കർത്താവുമായ, അവർക്ക് വേണ്ടി എല്ലാം പറഞ്ഞു കൊടുത്ത് അവരെ നയിച്ച് എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് എല്ലാ അധികാരവുമുള്ള സാത്താനെ കീഴടക്കിയ, കടലിനെ ശാന്തമാക്കിയ ആ യേശു ഈ ശിഷ്യന്മാരുടെ കാൽക്കലിരുന്ന്, അവർ ബെഞ്ചിലിരുന്ന് യേശു നിലത്തിരുന്ന് വേലക്കാരന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് അവരുടെ കാലെ പിടിച്ച് കാല് കഴുകി. എന്തായിരുന്നു നോർത്തു ആ ഒരു അനുഭവം? അവരോട് അനുരഞ്ജനപ്പെടുക. നീ കാല് കഴുകൽ എന്നൊക്കെ പറയുന്നത് ഇതൊരു ചടങ്ങൊന്നുമല്ല. അത് യേശു ഈ ശിഷ്യന്മാരെ എത്ര ദിവസം, എല്ലാ ദിവസത്തിലും എത്ര പ്രാവശ്യം വഴക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലേ, എത്ര പ്രാവശ്യം ദേഷ്യപ്പെട്ടിട്ടുണ്ട്. വഴിപിഴച്ചത് അവിശ്വാസമായ തലമുറയെ എത്ര നാൾ ഞാനത് സഹിക്കുമെന്ന് ഒരിക്കൽ ചോദിച്ചു. സീനായ് മലയിൽ മരുഭൂമിയിൽ താബോർ മലയിലും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു അപ്പനല്ലേ പരാതിപ്പെടുമ്പോൾ ഈ ശിഷ്യന്മാർ നോക്കി ഇങ്ങനെ വഴക്ക് പറഞ്ഞത്. പത്രോസിനെ നോക്കി ഈ സാത്താനേ പിശാചി എൻ്റെ പിന്നിൽ നിന്ന് പോവുക എന്ന് പത്രോസ് നോക്കി പറഞ്ഞു. ഈശോ നമ്മൾ ഇന്ന് അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ഹൃദയം സ്നേഹം കൊണ്ട് നിറയാം. അല്ലെ ഇവരും ആരിലൂടെയെങ്കിലുമാണ് നമ്മുടെ ഉള്ളിലേക്ക് തിന്മ കയറിയത് നമ്മളോർത്തണം. ഇതുകൊണ്ടാണ് ഈശോ ഒരു കാര്യം പറഞ്ഞത്, നമ്മൾ എത്ര നല്ലതായിട്ട് ജീവിച്ചാലും ചിലരൊക്കെ നമ്മളെ വെറുക്കുന്നവരുണ്ട്, നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. നമ്മൾ നശിച്ചു പോകട്ടെ, നമ്മളൊന്ന് മുടിഞ്ഞു പോയിരുന്നു നിങ്ങളെന്ന് ആഗ്രഹിക്കുന്ന അനേകർ ഈ ലോകത്തിലുണ്ട്. ഇത് അവരല്ല, പിശാചാണ്, സാത്താനാണത് അവരിലൂടെ ആഗ്രഹിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എന്താ, അത് നിർത്തണമെങ്കിൽ പിശാച് നമ്മളല്ല, അവരുടെ നമുക്കെതിരെയുള്ള ശാപങ്ങൾ നിർത്തണമെങ്കിൽ എന്താ ഇതിന് ഒറ്റ വഴിയേ ഉള്ളൂ,
നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ 24 മണിക്കൂറിന് നമ്മുടെ മക്കൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, നമുക്ക് സമ്പത്ത് തരണമേ, നമുക്ക് ആരോഗ്യം തരണമേ, നമ്മുടെ മക്കൾക്ക് ജോലി തരണമേ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടെങ്കിൽ ഈശോ അതൊന്നും പ്രാർത്ഥിക്കാൻ പറഞ്ഞ കാര്യമേ അല്ല. ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണ്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് അറിയാം. ആദ്യമേ നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കും എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തിന്റെ കാര്യമായിട്ട് എന്താ ഈശോ പറഞ്ഞത്? അത് മാത്രം ചെയ്താൽ മതി. അതിന്റെ ഭാഗമായിട്ട് ഈശോ പറഞ്ഞാണ് മത്തായി 5, ഇന്നലൊക്കെ ചിന്തിച്ച മത്തായി 5:43 തൊട്ട് 45 വരെ, ദൈവമക്കളായി ദൈവാത്മാവിൽ നിന്ന് ഐക്യപ്പെടുന്ന ദൈവരാജ്യത്തിലുള്ളവരാണ് ദൈവമക്കള്. അതാകാൻ എന്താ ചെയ്യേണ്ടത്? നമ്മളെ ആരാണോ നിരന്തരം ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മളെ ഇല്ലാതാക്കാൻ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നമ്മളെ ഇറക്കി വിടാൻ വേണ്ടി ആരാണോ ഇപ്പൊ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് അവരല്ല, അവരുടെ ഉള്ളിലുള്ള ദുരാത്മാവാണ്. അതിൽ നിന്നും അവർ രക്ഷപ്പെടണം. ദൈവം നമുക്ക് ഈ പീഡ എന്തിനാ അനുഭവിച്ചെന്നറിയാമോ? നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ പീഡ വന്നാലേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുള്ളൂ. അപ്പൊ കർത്താവിന്റെ വചനത്തിലേക്ക് തിരിയണം. ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവാൻ. കഴിഞ്ഞ നമ്മൾ ചിന്തിച്ചാണ്, വീണ്ടും ഞാനത് ആവർത്തിക്കുന്നില്ല. അതായത് നമ്മളെ ഉപദ്രവിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലുള്ള ഒരു ആത്മാവ് നമ്മോട് നിലവിളിക്കുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഞാൻ ഇവരുടെ ഈ ശരീരത്തിന്റെ മനസ്സിന്റെ ആഗ്രഹം അനുസരിച്ച് ഇവരെന്നെ കൊണ്ടുപോവുകയാണ്, ഞാനല്ല നിങ്ങൾക്കെതിരായി ചെയ്യുന്നത്, ഇവരാണ് ഇവരുടെ ഉള്ളിലിരുന്ന ദുഷ്ടാത്മാവാണ് ഈ ശരീരത്തെ മനസ്സിനെ നയിച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്, ഞാനല്ലേ എന്ന് ആത്മാവ് ഉള്ളിലിരുന്ന് നിലവിളിക്കുകയാണ്. ഇതാണ് ദൈവം ഒരു ആത്മാവിനെ, പാപിയെ സ്നേഹിക്കുന്നത് പറഞ്ഞതാണ്. ഈ പാപിയുടെ ഉള്ളിലുള്ള ആത്മാവ് നിരന്തരം ദൈവത്തെ നോക്കി നിലവിളിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ സ്വദോം ഗൊമോറയിലേക്ക് യേശു ദൈവമായ കർത്താവ് പോകുമ്പോൾ, അബ്രാഹത്തെ സന്ദർശിക്കുമ്പോൾ അവിടെ അബ്രാഹത്ത് പറഞ്ഞ വാക്കുണ്ട്, ഇവിടെ നിന്ന് ഉയരുന്ന ഈ നിലവിളി. ഞാനിവിടെ ചിന്തിച്ചു, അവിടെ ആര് നിലവിളിക്കുന്നത്? ആ പടയുള്ളത് ലോത്തും ഭാര്യയും ഭവനമാണ്. പക്ഷെ കർത്താവ് പറഞ്ഞത് ഈ ഇവിടെ നിന്ന് ഉയരുന്ന സ്വർഗത്തിലേക്ക് ഉയരുന്ന മുറവിളി വളരെ വലിയതാണ്. അവിടുത്തെ ജനം ശരീരം മുഴുവൻ ജഡികമായി സ്വദോം ഗൊമോറ, ആണാണും പെണ്ണും കൂടി ഇങ്ങനെ ലോകത്തിന്റെ എല്ലാം മ്ലേച്ഛതയിൽ അശുദ്ധിയിലും ഒഴുകി ജീവിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ ആത്മാക്കൾ വലിയൊരു കൂട്ടം നിലവിളി ഉയരുന്നുണ്ട്. അവിടുന്ന് സ്വദോം ഗൊമോറയിൽ നിന്ന്, പാപം ചെയ്യുന്ന ദേശത്തു നിന്ന് വലിയ ആത്മാവിന്റെ നിലവിളി, പാപത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നും ആത്മാവിന്റെ നിലവിളി ദൈവസന്നിധിയിലേക്ക് ഉയരുന്നുണ്ട്. അബ്രാഹത്തെ അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് എന്ന് പറയുകയാണ്. കൂട്ടുവിളിക്കണം. അബ്രഹാം വാദിക്കുന്നില്ല, അബ്രഹാം പ്രാർത്ഥിക്കുകയാണ്. അവിടെ 50 പേരുണ്ടെങ്കിൽ, 40 പേരുണ്ടെങ്കിൽ, 35 പേരുണ്ടെങ്കിൽ, 25 പേരുണ്ട്, 20 പേരുണ്ടെങ്കിൽ, 10 പേരുണ്ടെങ്കിൽ, അത് കഴിഞ്ഞ് പിന്നെ അബ്രഹാത്തിന് ചോദിക്കാൻ മടിയാ. ഞാൻ പറയുന്നത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും ഹൃദയത്തിലേക്ക് വരുമ്പോൾ ആരും ഇല്ലെന്ന് പോലെ കർത്താവേ ഇന്ന് പറയാൻ പറ്റാറ്. നീ കാൽവരിയിലെ ഭൂമിയിലേക്ക് ദൈവം നോക്കിയപ്പോൾ റോമർ 3 പറഞ്ഞിട്ട് ഒരുവൻ പോലും ഇല്ല നന്മ ചെയ്യുന്നവനായിട്ട്. ദൈവം ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ ഒരുവൻ പോലും ഇല്ലായിരുന്നു. അബ്രാഹാം 10 പേർ നിർത്തിയെങ്കിൽ യേശു ക്രിസ്തു കണ്ടത് ഒരുവൻ പോലും ഇല്ലാത്തപ്പോഴും ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. നമ്മുടെ ഒരു മനോഭാവം അതായിരിക്കും. അതായത് നമ്മളെ പീഡിപ്പിക്കുന്നത് അത് ദുഷ്ടാരൂപിയാണ് അവരുടെ ഉള്ളിൽ. അതുകൊണ്ട് നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ ശപിക്കാത്തവരെ അനുഗ്രഹിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ നിങ്ങളെ ആരും തൊടുകില്ല. നിങ്ങളുടെ കണ്ണിന്റെ കൃഷ്ണമണി എൻ്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെയാണ്. നിങ്ങളെ ആരും അടുത്തു പോകുന്നവരിൽ ആരും നിങ്ങളെ തൊടാൻ പോകുന്നില്ല. കാരണം ഞാൻ നിങ്ങളെ പരിപാലിക്കേണ്ട ദൂതന്മാർ നിങ്ങൾക്കും നിങ്ങളുടെ ഭവനങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങൾക്കും ചുറ്റും കാവൽ നിൽക്കും. പണ്ട് എലീഷ കണ്ട ദർശനം പറയും. സിറിയ രാജാവ് ആക്രമിക്കാൻ വന്ന് സൈന്യം മുഴുവൻ നിൽക്കുകയാണ്, ഒന്നുമില്ല, ആകപ്പാടെ തീർന്നു. വേലക്കാരൻ പറഞ്ഞ എല്ലാം തീർന്നു, യജമാനനെ തീർന്നു, നമ്മൾ നശിച്ചു. അപ്പോൾ എലീഷ കണ്ടത് എന്താ? ആ ദൈവദൂതന്മാരുടെ വലിയൊരു നിര വന്ന് അവരെ സംരക്ഷിക്കാൻ ഇറങ്ങി നിൽക്കുന്നതാണ്. ഇവനിത് കാണുന്നില്ല. നമ്മളിത് കാണുന്നില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന അത്യുന്നതന്റെ മറവിൽ വസിക്കുക. സങ്കീർത്തനം 91 അവിടുന്ന് എന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിക്കും. പിശാച് ഉള്ളിൽ കയറിയപ്പൻ ഈ ചിന്ത വചനമൊക്കെ പോയി. എന്തുകൊണ്ടാകാം അല്ല, യേശുവിനെ ക്രൂശിച്ചപ്പോൾ ആ കാഴ്ചപ്പാട് അങ്ങനെയാണല്ലോ. ഇവനെ ക്രൂശിച്ചാൽ സ്വർഗം മുഴുവനും ഒരാൾ പോലും സ്വർഗത്തിൽ പോകത്തില്ല, എല്ലാവരും നരകത്തിലേക്ക് പോകും. യേശുവിനെ ഇല്ലാതാക്കിയാൽ പറയുന്നത് അത് വലിയൊരു മേഖലയാണ്. യേശുവിന്റെ ഉള്ളിൽ നിന്ന് സ്നേഹം എടുത്ത് മാറ്റാം. അവനെ ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അറിയണം, യേശുവിനെ കുരിശിൽ കൊല്ലുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യമെങ്കിൽ സാത്താൻ അവരിലൂടെ ഉദ്ദേശിച്ചത് എന്താ? യേശുവിന്റെ ഉള്ളിലെ സ്നേഹം എടുത്തു മാറ്റുക. കാരണം ദൈവമാണ്, യേശുവിലുള്ള ദൈവിക ശക്തി സ്നേഹത്തിന് ശക്തിയായിരുന്നു.
സാത്താൻ പ്രവർത്തിച്ചത് മുഴുവനും കൂടെ നടന്ന യൂദാസ് ഒറ്റിക്കൊടുത്തു. യേശുവിന് പിശാച് ബാധിച്ചത് ആ സംഭവത്തിലൂടെ യേശുവിൻ്റെ ഉള്ളിൽ ദേഷ്യവും വെറുപ്പും വിദ്വേഷം കാറ്റായി ഈ യൂദാസിനെ കുറിച്ച്. അല്ല, അതിനു മുമ്പ് പത്രോസ് തള്ളിപ്പറഞ്ഞു. ഇതെല്ലാം ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ സാത്താൻ ശ്രമിച്ചത് യേശുവിൻ്റെ ഉള്ളിലുള്ള സ്നേഹം എടുത്തു മാറ്റാനായിട്ടാണ്. എത്രയോ കള്ളസാക്ഷികൾ വന്ന് അവനെതിരെ പറഞ്ഞു. അവിടെയെല്ലാം യേശു ഹൃദയത്തിൽ അപ്പൊ അവരല്ല എത്രയോ അനുഗ്രഹങ്ങൾ കൊടുത്ത ജനമാണ് ഇന്ന് അവരുടെ ഉള്ളിൽ തിന്മ കയറിക്കൊണ്ട് തിന്മയാണ് സംസാരിക്കുന്നത്. അപ്പൊ അവരല്ലത്. അപ്പ യേശുവിന് നമ്മളോ ഇന്ന് അങ്ങനെയാണ്. അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മുടെ ഉപവാസം കൊണ്ടുവരുന്നത്. നമ്മളത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യും. നമ്മുടെ ഉള്ളിലെ സ്നേഹം എന്ന് അപ്പം ചിന്തിച്ച് നോക്കണം കേട്ടോ. ഈ നോമ്പിൽ കിടന്നുമ്പോൾ ആരോടെങ്കിലും നമുക്ക് ദേഷ്യമുണ്ടോ, വൈരാഗ്യമുണ്ടോ? നമ്മൾ എത്ര പേർ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പുറകോട്ടെ നമ്മൾ ആദ്യമായി കുമ്പസാരിച്ചത് ആ നാളുകളൊക്കെ ഞാൻ പറയാറുണ്ട്. എണ്ണി എത്രയോ പേരായിരുന്നു. അപ്പനും അമ്മയും പിന്നെ സഹോദരങ്ങളും അനേകർ ലോകത്തിൽ എല്ലാവരോടും ശത്രുതയായിരുന്നു. എല്ലാവരോടും വാശിയും വൈരാഗ്യവുമായിരുന്നു. ദൈവത്തോട് പോലും. അവിടെ സാത്താൻ എന്നെ ഭരിക്കുകയായിരുന്നു. എൻ്റെ ഉള്ളിൽ സാത്താനാണ് കയറിയിരുന്നത് കൊണ്ട് വാശിയും വൈരാഗ്യവും മറ്റുള്ളവർ ഇല്ലാതായാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ കാര്യം നടന്നാൽ മതി എന്നുള്ള ചിന്ത. ഉള്ളവരെ അവിടെയാണ് ദൈവം അല്ലേ. നമ്മൾ വചനം ഇതിലേക്ക് കടന്നു വരുവാണെങ്കിൽ ഈ ഹോറബിലെ കരിമ്പാറയാണ്. നമ്മുടെ ഹൃദയം പലപ്പോഴും കഠിനമായി കരിമ്പാറ പോലെ നമ്മളാകുമ്പോൾ ദൈവം നമ്മുടെ ആത്മാവിൽ വന്ന് വസിക്കാൻ നാം അനുവദിച്ചാൽ, ഞാൻ വായിക്കുന്നത് വായന പുറപ്പാട് 17 ഇങ്ങനെ ദൈവമായ കർത്താവ് മോശയോട് പറയാണ്, ഞാൻ ആ ഹോറബിലെ വലിയ പാറയിലെ വലിയ കരിമ്പാറ അതിന്റെ മുകളിൽ ഞാൻ നിൽക്കും. ഞാനതിന്റെ മുകളിൽ നിൽക്കുമ്പോൾ ആ പാറയിൽ നിന്നും വെള്ളം, നീ ആ പാറയിൽ അടിച്ചാൽ മതി, വെള്ളം ജനങ്ങൾക്ക് കുടിക്കാൻ കിട്ടും. പ്രിയമുള്ളവരെ, നമ്മളുടെ കുടുംബത്തിലെ നമ്മളെ കരിമ്പാറ പോലെ കഠിനമായ, പക്ഷേ നമ്മളൊന്ന് മാനസാന്തരപ്പെട്ടുകൊണ്ട് ദൈവം നമ്മളിൽ വസിക്കാൻ നാം അനുവദിച്ചാൽ, ദൈവം ആത്മാവായി നമ്മുടെ ഉള്ളിൽ വസിക്കാൻ അനുവദിച്ചാൽ, നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാ ഫലങ്ങള്, സ്നേഹം, പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ജീവജലത്തിന്റെ അരുവി എന്ന് യോഹന്നാൻ 7:37 ഈശോ പറഞ്ഞില്ലേ. എന്നിൽ ആരെങ്കിലും ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കലേക്ക് വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും കരിമ്പാറ പോലെ നിങ്ങൾ പണ്ടായിരുന്നെങ്കിൽ. പണ്ടങ്ങനെയായിരുന്നു. ഉള്ളിൽ സാത്താൻ വസിച്ചിരുന്നപ്പോൾ അല്ലെ, ജഡമായ വെറും ജഡികരായി ജീവിച്ചിരുന്നവരാണ്. ഗലാത്യർക്കുള്ള 5-ാമത്തെ അധ്യായത്തിൽ അത് പലപ്പോഴും നമ്മൾ ചിന്തിച്ചതാണ്. ഞാൻ പലപ്പോഴൊക്കെ ചിന്തിക്കുന്നതല്ല. അവിടെ ഇങ്ങനെയാണ് പറയുക, ഗലാത്യർ 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മൾ വെറും ആഗ്രഹം, ലോകമോഹങ്ങളും ശരീരത്തിന്റെ ആഗ്രഹങ്ങളും ഇതാണ്. അതുമൂലം എന്റെ ഹൃദയത്തെ വസിച്ചിരുന്ന ദുരാത്മാവായിരുന്നു, എന്നെ കൊണ്ട് പ്രവർത്തിച്ചിരുന്ന ദുഷ്ടാരൂപിയായിരുന്നു. എന്താണ്? എത്രയോ ദുരാത്മാക്കളാണ്. എന്തൊക്കെയാണ്? ജഡത്തിന്റെ വ്യാപാരം. ഗലാത്യർ 5:19 പറയുന്നത്, വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, മന്ത്രവാദം, കൂടോത്ര, ശത്രുത. മറ്റുള്ളവരോട് വളരെ എളുപ്പം. ശത്രുത ഒരു കുഴപ്പമില്ലായിരുന്നു. എനിക്ക് എൻ്റെ കാര്യമാണ് മറ്റുള്ളവരെ ഇല്ലാതാക്കലും എല്ലാവരും ശത്രുക്കളായി കണ്ടുകൊണ്ട് ശത്രുത, അത് ദുഷ്ടാരൂപി എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോഴാണ് ശത്രുത എൻ്റെ ഉള്ളിൽ വരിക. ഞാൻ പറഞ്ഞു, യേശു എൻ്റെ ഉള്ളിൽ ശത്രുത ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചു. ശത്രുത, കലഹം, ഇതെല്ലാം സ്നേഹത്തിനെതിരായിട്ടുള്ളതാണ്. എണ്ണി നോക്കി അറിയാം. ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗചിന്ത, വിദ്വേഷം, 8 കാര്യങ്ങളാണ്. 7 പോയി 7 കൂട്ടിക്കൊണ്ടൊരു പറഞ്ഞില്ലേ. ഏറ്റവും വലിയ ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇത്. ബാക്കിയെല്ലാം 1-2 ഒക്കെ ഉള്ളു. 8 ദുരാത്മാക്കളാണ് സ്നേഹത്തിനെതിരായി നമ്മുടെ ഉള്ളിൽ. നമ്മൾ ചിന്തിക്കണം. ശത്രുത, കലഹം, മറ്റുള്ളവരിൽ കലഹം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ടല്ലോ. മറ്റുള്ളവർ ശത്രുതയായിട്ട് നിൽക്കുന്നുള്ളൂ. എനിക്ക് ആരും കാണണ്ട, ഞാൻ അങ്ങ് പോകുന്നില്ല, ആരും കാണണ്ട, ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ. കാരണം എന്താ? പിശാച് മാറ്റി നിർത്തി ഒറ്റയ്ക്ക് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ അസൂയ, കലഹം, അസൂയ, അവരെല്ലാം എനിക്കൊന്നുമില്ല. ഇത് പിശാച് കൊടുക്കുന്ന എന്താണ്? അവർക്കുള്ളത് ദൈവത്തെ വിളിക്കുന്നവനാണ്. ഞാൻ പറഞ്ഞില്ലേ ഇത്. ആബേലിന് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവകൃപ ആബേലിൽ ഉണ്ടായിരുന്നതാണ്. ദൈവം ഒരു മുഖനോട്ടമുള്ളവനല്ല ദൈവത്തിനാണ്. കോപിച്ചുള്ള പാപം ചെയ്ത് കോപം വെച്ചുകൊണ്ടിരിക്കുന്നത് ദുരാത്മാവാണ്. സാത്താൻ അവസരം കൊടുക്കരുതെന്നാണ് പൗലോസ് പറഞ്ഞത്. മാത്സര്യം, മറ്റുള്ളവരാരും എന്നേക്കാൾ നന്നാകാൻ പാടില്ല. എപ്പോഴും മാത്സര്യം, അത് പണത്തിന്റെ പേരിലാം എന്തുമാകട്ടെ, മറ്റുള്ളവരെക്കാൾ മുമ്പ് ഞാൻ നിൽക്കണം എന്നുള്ള മാത്സര്യം.
ഭിന്നത. ഒരു കാര്യത്തിനും ആരോട് എടുക്കാൻ താല്പര്യമില്ല. ഒരു കാര്യത്തിനും ആരോട് എടുക്കാൻ താല്പര്യമില്ല. എന്തെങ്കിലും കാര്യം പറഞ്ഞ് കുഴപ്പമുണ്ടാക്കൊണ്ടിരിക്കുക. ഭിന്നത, വിഭാഗീയ ചിന്ത, ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ഒരു ബന്ധവും എനിക്ക് വേണ്ട. വിദ്വേഷം. നമ്മൾ ചിന്തിക്കണം പറയും, ഇതെല്ലാം ദുരാത്മാവ് നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിനെ പുറത്തിറക്കാനായിട്ട്. അവിടെയാണ് നമ്മൾ ദൈവത്തിന് വിധേയപ്പെടണം. പരിശുദ്ധാത്മാ നമ്മുടെ ഉള്ളിൽ വരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന, എൻ്റെ താഴെ തന്നെ പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാ നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന എന്താ? ഇതാ സ്നേഹം, ആനന്ദം. ഒരു കുഴപ്പമില്ല, എനിക്ക് ഇപ്പോൾ ഉള്ള ഒരു കുഴപ്പമില്ല. പട്ടിണിയാണെങ്കിലും കുഴപ്പമില്ല, നല്ല ആനന്ദമുണ്ട്, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഞങ്ങളുടെ കുടുംബം നല്ല സമാധാനമാണെന്ന് പറയുന്നില്ലേ? ഇത് പരിശുദ്ധാത്മാവാണ്. സ്നേഹം, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസം. ഇത് പരിശുദ്ധാത്മാവാണ് നൽകുക. അപ്പോൾ നമ്മുടെ കരിമ്പാറ പോലായ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ജീവജലത്തിന്റെ അരുവി മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുന്ന. മരുഭൂമിയിൽ വെള്ളം പോലെയാണ് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ അനേകർക്ക് ജീവിത പ്രശ്നങ്ങൾ പോകുന്ന അനേകർക്ക് നമ്മളിലൂടെ കൊടുക്കുകയാണ്. കരിമ്പാറ പോലെയാണെങ്കിലും നമ്മുടെ ഹൃദയം ദൈവത്തിന് സമർപ്പിക്കുകയാണെങ്കിൽ, സമരിയാക്കാരി സുവിശേഷത്തിൽ ഈശോ സമരിയാക്കാരിസിനോട് ഇടപെടുമ്പോൾ ഈ കിണറ്റിലെ വെള്ളം കോരാൻ അവള് വലിയ കുഴപ്പക്കാർ, അതുകൊണ്ട് നട്ടുച്ചയ്ക്ക് വരുന്ന ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഈശോ അവളെ കാത്തിരുന്ന് അവളോട് ഇടപെട്ടുകൊണ്ട് അവളോട് പറയാണ്, നീ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് വെള്ളം തരാം, നീ ഉച്ചയ്ക്ക് വെള്ളം കോരാൻ വരേണ്ട ആവശ്യമില്ല. അവൾ ചോദിക്കുന്നത് നിനക്ക് അവിടെ ഒത്തിരി നീണ്ട വായനയാണ്. ഇന്ന് യോഹന്നാൻ 4-ാമത്തെ അധ്യായത്തിൽ 3 തൊട്ട് 42 വരെയുള്ള ഞാൻ വായിക്കും. നമുക്കറിയാം, സമരിയാക്കാരി സ്ത്രീ ഈശോ പറഞ്ഞ്, ഞാൻ നിനക്ക് ജീവജലത്ത് തരാം. ഈ കിണറ്റിലെ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കുന്നതാണ് ഞാൻ നൽകുന്ന വെള്ളം. അത് പരിശുദ്ധമാണ്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിന്റെ അരുവിലോന്ന് ഈശോ പറഞ്ഞത് പരിശുദ്ധ. ഈ സമരിയാക്കാരി അവിടെ കുടം വെച്ചിട്ട് യേശുവിന്റെ ആത്മാവിനുള്ളിൽ സ്വീകരിച്ചപ്പോൾ അവിടെ എല്ലാ പ്രശ്നങ്ങളും മാറി. സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കണം. ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ മരുഭൂമിയിൽ അവരെ നയിച്ച ദൈവം നമ്മെ നയിക്കട്ടെ. എൻ്റെ ദൈവമാണ് എൻ്റെ കോട്ടയും എൻ്റെ പാറയും എൻ്റെ സങ്കേതവും എൻ്റെ അപേക്ഷയിൽ എൻ്റെ ദൈവമാണ്. നമ്മൾ ആ ഒരു ബോധ്യത്തിലേക്ക് വരണം. അവിടെയാണ് ദൈവം നമ്മളെ നയിക്കുക. പരിശുദ്ധ പരമാ ദീപകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.